ഹായ് ഹലോ. ഇവിടെ ഇപ്പോൾ കറക്റ്റ് 12 മണിയായി. സോ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും ഒരു അടിപൊളി ന്യൂ ഇയർ വിഷ്. അപ്പോൾ നാട്ടിലിപ്പോൾ 1:30 കാണും. ദുബായിലെ ഏറ്റവും ന്യൂ ഇയറിൻ്റെ അട്രാക്റ്റീവ് തിങ് എന്ന് പറയുന്നത് ബുർജ് ഖലീഫയിലെ ഫയർ വർക്ക്സ് ആണ്. ഞാൻ ഒരു വട്ടം പോയി കണ്ടിട്ടുണ്ട്. ഭയങ്കര ആളായിരിക്കും ആ സമയത്ത്. കിലോമീറ്റേഴ്സോളം വണ്ടികളൊന്നും പോയില്ല, ബ്ലോക്ക് ചെയ്യും. നമ്മൾ നടന്ന് തന്നെ പോകണം. നടന്ന് തന്നെ പോയിട്ട് തിരിച്ചു വരണം. അപ്പം ഞങ്ങൾ തിരിച്ച് അത് കഴിഞ്ഞ് വരുമ്പോൾ എന്ന് വെച്ചാൽ 2 മണി 3 മണിയൊക്കെ വെളുപ്പിൽ നടന്നായിരുന്നു. വീട്ടിലെത്തി രാവിലെ ഒരു 5 മണിയൊക്കെ ആയി. അപ്പം ഇപ്രാവശ്യം കൊറോണയൊക്കെയാണെന്ന് പറഞ്ഞാലും തിരക്കിന് ഒരു ക്ഷാമവും ഇല്ല. ഭയങ്കര ആളാണ് അവിടെ. അപ്പം നമ്മളേതായാലും പോയിട്ടില്ല. പിന്നെ ബുർജ് ഖലീഫ എന്ന് പറയുന്നത് ടോളസ്റ്റ് ബിൽഡിംഗ് ഇൻ ദ വേൾഡ് ആണ്. അതായത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ് ആണ് ബുർജ് ഖലീഫ. ദുബായിലെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ദുബായിലോ ഷാർജയിലോ എവിടെ നിന്നാലും ഏത് ബിൽഡിങ്ങിൻ്റെ ഹൈറ്റുള്ള ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറി നിന്നാലും ഏത് സ്ഥലത്താണെങ്കിലും ബുർജ് ഖലീഫയുടെ ഏറ്റവും മുകളിലത്തെ ഒരു ചെറിയ അറ്റമെങ്കിലും കാണാൻ പറ്റും എന്നുള്ളതാണ്. സോ അത്രയും ഹൈറ്റുള്ളൊരു ബിൽഡിങ്ങാണ്. സോ ഇവിടുന്ന് നമ്മുടെ ഫ്ലാറ്റിൻ്റെ ബാൽക്കണിയിൽ നിന്നുള്ളൊരു വ്യൂ ഞാൻ കാണിച്ചു തരാം. അവിടെ നിന്ന് നമുക്കും ബുർജ് ഖലീഫയുടെ മേൽവശം ഏറ്റവും ടോപ്പിൽ ഒരു കുറച്ച് പോർഷൻസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഫയർ വർക്ക്സ് സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പം ജസ്റ്റ് ആ ഫയർ വർക്ക്സ് മാത്രം ഞാൻ ഒന്ന് കാണിച്ചു തരാം. ചെറുതായിട്ടേ കാണാൻ പറ്റുള്ളൂ കേട്ടോ. എന്നാലും ഒത്തിരി സന്തോഷമുണ്ട്. നമുക്ക് ഇവിടെ ഒന്ന് കാണാൻ പറ്റുന്നുണ്ട്. പ്രത്യേകിച്ച് വലിയ സെലിബ്രേഷൻ ഒന്നുമില്ല. വീട്ടിൽ നമ്മുടെ ഫ്ലാറ്റിൽ തന്നെയാണ്. ഇതാ കുളിച്ചൊക്കെ വന്നതേ ഉള്ളൂ. വീഡിയോ ഒന്നും എടുക്കാനല്ല ഇരുന്നത്. പെട്ടെന്ന് ഫയർ വർക്ക്സ് കണ്ടപ്പോൾ ഒരു സന്തോഷം. ആ സന്തോഷത്തിന് ഞാൻ ഫയർ വർക്ക്സിൻ്റെ വീഡിയോ എടുത്തു. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ന്യൂ ഇയറോടെ പറഞ്ഞിട്ട് അത് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു. കാണുന്നതാണ്. കണ്ടാണ് വാ, ഇപ്പം നല്ല രസമുണ്ട്. അപ്പം ഞാൻ അച്ഛൻ വിളിച്ചിട്ട് വരൂ. അച്ഛൻ വിളിച്ചിട്ട് വരൂ. അവിടെയൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഉണ്ട്. അവിടെ നിന്നുള്ള സൗണ്ടാണ് ഇവിടെ കേൾക്കുന്നത്. ഒരു പ്ലെയിൻ പോയി. ഇവിടെ നോക്കിയാൽ നമ്മുടെ ബിൽഡിങ്ങിൽ നോക്കി കഴിഞ്ഞാൽ ബുർജ് ഖലീഫയുടെ ആരൊക്കെയോ താഴേക്ക് പോകുന്നുണ്ട്. ബുർജ് ഖലീഫയുടെ മോൾവശം മാത്രം കാണാം. ജസ്റ്റ് ഒരു ചെറിയ ഫയർ വർക്ക്സ് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഹായ്, ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞേ. ടാറ്റാ, ഗുഡ് നൈറ്റ്. അപ്പോൾ എല്ലാവർക്കും ഒരു അടിപൊളി വർഷം നേരുന്നു. കഴിഞ്ഞ വർഷം ഞാൻ വിഷ് ചെയ്താണ്. അതിങ്ങേക്കുണ്ട് തല്ലി കൊല്ലും. ഞാൻ മാത്രമല്ല, എല്ലാവരും വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ന്യൂ ഇയറിനെല്ലാം ഞാൻ വിഷ് ചെയ്തു. എന്നെ തന്നെ ഒരുപാട് പേര് വിഷ് ചെയ്തു. അതിലൊന്നും കാര്യമില്ല. അപ്പോൾ ഏതായാലും നമുക്ക് എല്ലാവർക്കും ഈശ്വരനോട് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ വർഷത്തെ പോലെ ഒരു വർഷം ആവാതിരിക്കട്ടെ. ഈ വർഷം ഒരു നല്ല സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഉള്ളൊരു വർഷം ആവട്ടെ. സോ എല്ലാവർക്കും ഒരു അടിപൊളി ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരും എൻജോയ് ചെയ്യാൻ. ഇവിടെ ബ്ലോക്ക് കൂടികൾ എനിക്ക് തോന്നുന്നു ദുബായിലൊക്കെ ഈ ഫയർ വർക്ക്സ് ഒക്കെ നടക്കുന്നതുകൊണ്ട് അവിടുന്ന് ബ്ലോക്ക് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. വണ്ടിയൊക്കെ വിടാത്തതുകൊണ്ടാന്ന് തോന്നുന്നു ഇവിടെ ഇത്രയും ബ്ലോക്ക് കാണിക്കുന്നത്. ഞാൻ എന്താ ഈ പറയുന്നല്ലേ, എന്നാൽ ശരിയാണോ? അതായത് ദുബായിലൊക്കെ ഈ ഫയർ വർക്ക്സ് നടക്കുന്നതുകൊണ്ട് ആൾക്കാരുടെയൊക്കെ തിരക്കാണ്. വണ്ടി വിടുന്നില്ലല്ലോ, അതുകൊണ്ടായിരിക്കും ഇവിടെ ബ്ലോക്ക് വന്നതെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം വേറൊന്നുമില്ല. ബൈ, ഗുഡ് നൈറ്റ്.